തിരുവനന്തപുരം വർക്കലയിൽ മദ്യലഹരിയിൽ സുഹൃത്തിനെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തി. വർക്കല കണ്ണമ്പ ചാലവിള സ്വദേശി നാരായണനാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു സംഭവം. സുഹൃത്തും അയൽവാസിയുമായ അരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. 25,000 രൂപ വിലയുള്ള മൊബൈൽ ഫോൺ കാണാനില്ലെന്ന് പറഞ്ഞ് നാരായണന്റെ വീട്ടിലെത്തിയ അരുൺ വാക്കുതർക്കത്തെ തുടർന്നാണ് കൊല നടത്തിയത്. ഈ വീട്ടിൽ പതിവായി പൂജയും മദ്യപാനവും മറ്റും നടക്കാറുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നുമുണ്ട്. 6-6:30 മണിയാകുമ്പോൾ പോവും. 9 മണി, 10 മണി, 11 മണി കഴിഞ്ഞാണ് ഞാൻ ഇവിടെ വരുന്നത്. ഞാൻ കിടക്കുന്നത് ഇവിടെയാണ്. 11 മണിയാകുമ്പോൾ വരും. അവൻ്റെ മൊബൈലാണ്ട് 25,000 രൂപയുടെ മൊബൈൽ കണ്ടില്ല എന്നും പറഞ്ഞും കൊണ്ടാണ് ആ പാവത്തിന് അങ്ങേര് മേടിച്ച് കൊടുക്കണമെന്ന്. താഴേണ്ട ഏതാ കൊച്ചിൽ സുജി എന്ന് പറഞ്ഞ് കൊച്ചെടുത്തോണ്ട് പോയെന്നും പറഞ്ഞിട്ട് ആ മൊബൈലാണ് ഇങ്ങനെങ്ങനെ പോയി മേടിച്ച് കൊടുക്കുന്ന ഒരു കുറവനായ ഒന്നത് വേറെ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ കുറവനായ അവൻ എങ്ങനെ പോയി മേടിച്ച് കൊടുക്കാനൊന്നും നോക്കൂല. അതിനെ കയറി ആ വിറക്കകത്ത് കയറി അതിൻ്റെ പിടികൂടി വേറെ എന്തെങ്കിലും കുത്തായെടുത്ത് വയ്ക്കണം. ആ കുത്താണ് ഞാൻ കൈ കൊണ്ടത്. പിന്നെ വന്ന് ആ പടപ്പല മൊത്തം വലിച്ചളകി കളഞ്ഞു. അതെല്ലാം വലിച്ചളകി കളഞ്ഞിട്ടാണ് ആ എടുത്തങ്ങ് താഴെ ഇട്ട കിളവീനെ എടുത്തിട്ട് അവരെയും കൊണ്ട് ആശുപത്രിയിൽ പോയി. അവൻ എന്നവിടെ വരുന്നതല്ല 3 മാസത്തിന് വേണ്ട ഒരു വഴക്കമായിരുന്നു അവർ തമ്മിൽ. അതുകൊണ്ട് അവിടെ കയറൂല. ആ കയറാൻ ഇരുന്നിട്ടാണ് ഇന്നലെ ആ വേല ചെയ്തത്. പാവം കിട്ടൂലേ. ഇന്നലെ 9:30 മണിയോടുകൂടിയാണ് അവിടെ ഒരു കൊലപാതകം ഉണ്ടായതായിട്ട് നാട്ടുകാരുടെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതെന്ന് പറയുന്നത് ആ വീട്ടിൽ നിരന്തരമായിട്ട് ഒരു മദ്യപാന സഭ കൂടാറുണ്ടായിരുന്നു. ഈ വീടിനോട് ചേർന്നിട്ട് ഒരു ഷെഡിനകത്ത് എവിടെ നിന്നൊക്കെയുള്ള ആൾക്കാർ വരികയും അവിടെ ഈ പട്ടും മദ്യവും അങ്ങനെയുള്ള ചന്ദനത്തിരി അങ്ങനെയുള്ള വസ്തുക്കൾ കൊണ്ടുവച്ച് പൂജിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അതിനുശേഷം ഈ മദ്യം ഇദ്ദേഹത്തിൻ്റെ ഈ കൊലപാതകം ചെയ്തു എന്ന് പറയപ്പെടുന്ന ഈ സുഹൃത്തും എല്ലാവരും കൂടി ഇരുന്ന് നിരന്തരമായിട്ട് കള്ളു കുടിക്കുന്ന ഒരവസ്ഥയാണ് ആ വീട്ടിനകത്തുണ്ടായിരുന്നത്. ഇത് നാട്ടുകാർ പറഞ്ഞ് പല അവസരത്തിലും ഞാൻ ഇദ്ദേഹത്തിന് പറഞ്ഞ് വിലക്കിയിട്ടുണ്ടെങ്കിലും ഇദ്ദേഹം അത് കേൾക്കാൻ കൂടാക്കാതെയും സഭ്യമല്ലാത്ത ഭാഷയിലൂടെയാണ് പല പ്രാവശ്യവും സംസാരിക്കുകയുണ്ടായിട്ടുള്ളത്. ഇദ്ദേഹത്തിനെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് നമുക്കുണ്ടായിരുന്നുവെങ്കിലും ഈ ഒരു ഞെട്ടിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഇതാദ്യമായിട്ടാണ് ആ വാർഡിൽ നടക്കുന്നത്. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഡാൻ, യഥാർത്ഥത്തിൽ എന്താണ് ഈ സംഭവം? ഒരു മനുഷ്യജീവന് കേവലം ഒരു മൊബൈൽ ഫോണിന്റെ വില മാത്രമേ ഉള്ളൂ എന്നാണോ ഇതൊക്കെ സൂചിപ്പിക്കുന്നത്? മദ്യലഹരിയിലുണ്ടായ അഴിഞ്ഞേട്ടത്തിന്റെ ഇരയായി ഒരു 55-കാരന്റെ ജീവൻ മാറി എന്ന് തന്നെ പറയേണ്ടി വരും ഭവ്യ. കാരണം വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് വർക്കല ചാലുവിളയിൽ നിന്ന് ഇന്നലെ രാത്രി കേൾക്കാനിടയായിരിക്കുന്നത്. 55 വയസ്സുകാരനായ നാരായണനെയാണ് സുഹൃത്തും അയൽവാസിയുമായ അരുൺ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. അതായത് ഈ വീട്ടിൽ പൂജകളും മറ്റും നടന്നിരുന്നു. അതോടൊപ്പം ഈ നാരായണന്റെ സുഹൃത്തുക്കൾ സാധാരണയായി ഈ വീട്ടിലേക്ക് മദ്യപിക്കാനും മറ്റുമായി എത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെന്നാണ് അയൽവാസികളടക്കം പറയുന്നത്. അത്തരത്തിൽ ഇന്നലെ രാത്രിയോടെ അരുൺ ഈ വീട്ടിലേക്ക് എത്തുകയും തന്റെ 25,000 രൂപ വിലപിടിപ്പുള്ള മൊബൈൽ ഫോൺ കാണാനില്ല എന്ന പരാതി അത് നാരായണനോട് പറയുകയും നാരായണൻ ആ മൊബൈൽ ഫോൺ വാങ്ങി നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ താനത് എടുത്തിട്ടില്ല, ആ ഫോൺ തന്റെ കൈവശമില്ല, മറ്റാരെങ്കിലും ആയിരിക്കാം എടുത്തത്, അവരോട് ചോദിക്കുമെന്ന് നാരായണൻ പറയുന്നതിനിടയിൽ ഇദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. കയ്യേറ്റം ചെയ്യുന്നതിനിടയിൽ പൂജാ സാധനങ്ങൾ, ഈ നാരായണന്റെ വീട്ടിലുണ്ടായിരുന്ന പൂജാ സാധനങ്ങൾ അത് തട്ടിത്തെറിപ്പിക്കുന്ന നിലയിലേക്ക് അരുൺ മാറി. തുടർന്നാണ് ഈ അരുണെ വിലക്കാൻ ശ്രമിച്ചു. പൂജാ സാധനങ്ങൾ അവിടെ നിന്ന് എടുത്തു മാറ്റരുത് എന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് വിലക്കാൻ ശ്രമിച്ചു. അതിൽ പ്രകോപിതനായ അരുൺ നാരായണനെ വീടിന് സമീപത്തുള്ള കനാലിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. ആ കനാലിൽ വീണ നാരായണനെ കനാലിൽ ചാടി വീണ്ടും ക്രൂരമായി മർദ്ദിച്ചു. അങ്ങനെ മരണം ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അരുൺ അവിടെ നിന്ന് പിൻവാങ്ങിയത്. ഉടൻ തന്നെ ആ നാട്ടുകാരെത്തി വർക്കല പോലീസിനെ വിവരം അറിയിച്ചു. പിന്നീട് അരുണിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഈ നാട്ടുകാരുടെ ഭാഗത്തു നടക്കം നേരത്തെയും സമാനമായ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഈ വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ മദ്യപാനം നടക്കുന്നു, ആളുകൾ വന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ അപ്പോഴൊന്നും അതിൽ നടപടിയെടുക്കാൻ ഈ ഒരു സംഭവത്തിൽ ഒരു തരത്തിലുള്ള നടപടിയെടുക്കാനും കുടുംബക്കാർ തയ്യാറായില്ല. സമാനമായ സാഹചര്യം തുടർന്നു പോവുകയുമായിരുന്നു. അതിനിടയിലാണ് ഈ 55-കാരന്റെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഈ സംഭവങ്ങൾ വഴിവെച്ചിരിക്കുന്നത്. എന്തായാലും സമാനമായ തരത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഈ മദ്യലഹരിയിലുണ്ടാകുന്ന അക്രമ സംഭവങ്ങൾ നമ്മൾ നിരന്തരമായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഈ നാരായണൻ എന്ന 55 വയസ്സുകാരന് സുഹൃത്തും അതായത് ഈ മദ്യപിച്ച് നടത്തുന്ന അഴിഞ്ഞാട്ടത്തിന്റെയും ആക്രമണങ്ങളുടെയും കൊലപാതകങ്ങളുടെയും പട്ടികയിലേക്ക് പുതിയൊരു വാർത്ത കൂടി, അല്ലെ?
തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ തിരുവനന്തപുരം ജില്ലയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ ഒരുപാട് വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ഒടുവിലത്തേതായി മാറുകയാണ് നാരായണൻ എന്ന ഈ 55 വയസ്സുകാരന്റെ ക്രൂരമായ കൊലപാതകം. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ആദ്യം ഈ വീട്ടിലിട്ട് ക്രൂരമായി ഇരു കൈകളും വലിച്ച് ബലമായി പുറകോട്ട് തിരിക്കുകയും അങ്ങനെ വീടിനകത്തിട്ട് മർദ്ദിക്കുകയും ചെയ്തു. ആ മർദ്ദനത്തിന് ശേഷമാണ് നാരായണന്റെ തന്നെ വീടിന് പുറത്തുള്ള കനാലിലേക്ക് വലിച്ചെറിഞ്ഞത്. കനാലിൽ തലയിടിച്ച് വീണ നാരായണനെ ഈ കനാലിലേക്ക് എടുത്തു ചാടി അരുൺ വീണ്ടും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ആ മർദ്ദനത്തിനൊടുവിലാണ് നാരായണന് ജീവൻ നഷ്ടമായത്. അത്തരത്തിലെ ദാരുണമായ ഒരു സംഭവമാണ് ഈ മദ്യലഹരി. വീട്ടിൽ നാരായണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് വീടിനെ കുറിച്ച് പ്രത്യേകിച്ചും പരിസരവാസികൾ പറയുന്നുണ്ട്. വീട്ടിൽ പൂജയും മദ്യപാനവും നടക്കുന്നു. എന്തുതരം പൂജകളാണ്? അത്തരത്തിൽ പോലീസിന്റെ ഒരു അന്വേഷണം ആ തരത്തിലേക്ക് പോകുന്നുണ്ടോ? എന്താണ് പറയുന്നത്? സമീപവാസികൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? ഡാൻ പ്രത്യേകിച്ച് ഈ അയൽവാസികളുടെയൊക്കെ ഭാഗത്ത് നിന്ന് നേരത്തെ ഈ വീടുമായി ബന്ധപ്പെട്ട് അവിടെ മദ്യപാനം നടക്കാറുണ്ട് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുകയും അത് ഈ കുടുംബാംഗങ്ങളെ തന്നെ, അതായത് നാരായണനെ തന്നെ അറിയിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരോട് ഒരു അത്രയ്ക്ക് സഭ്യമായ രീതിയിലായിരുന്നില്ല അവരുടെ പ്രതികരണമെന്നും നാട്ടുകാർ പറയുന്നു. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ ഉയർന്നിരുന്നെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാനോ അത് വിലക്കാനോ ഒന്നും കുടുംബാംഗങ്ങളും തയ്യാറായിരുന്നില്ല. ആ കുടുംബ പശ്ചാത്തലമോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അരുണിന് മറ്റെന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ, നേരത്തെ ഇത്തരം സംഭവങ്ങൾ എന്തെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണത്തിലെ പുറത്തുവരികയുള്ളൂ. നിലവിൽ അന്വേഷണം വർക്കല പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭവ്യ, ഈ പ്രതിക്ക് കൊല്ലപ്പെട്ടയാളുമായി എന്തെങ്കിലും മുൻവൈരാഗ്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ തീർത്തും മദ്യത്തിന്റെ ലഹരിയിൽ മാത്രം നടന്നൊരു കൊലപാതകമായിട്ട് തന്നെയാണോ പോലീസ് ഇതിനെ ചിത്രീകരിക്കുന്നത്? പോലീസ് പറയുന്നത് എന്താണ് കൃത്യമായി കൊലപാതകവുമായി ബന്ധപ്പെട്ട്? ഞാൻ അത് തന്നെയാണ് ഭവ്യ സൂചിപ്പിച്ചത്. അത്തരത്തിലുള്ള കൂടുതൽ മറ്റു തരത്തിലുള്ള വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഈ മൊബൈൽ ഫോൺ കാണാതായതുമായി ബന്ധപ്പെട്ട് അരുണിന്റെ 25,000 രൂപ വില വരുന്ന മൊബൈൽ ഫോൺ കാണാതെ വന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മൊബൈൽ ഫോൺ വാങ്ങി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാരായണന്റെ വീട്ടിലെത്തുകയും നാരായണനുമായി വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയുമായിരുന്നു. അദ്ദേഹമല്ല ആ ഫോൺ എടുത്തതെന്നും അത് മറ്റാരെങ്കിലും കൊണ്ടുപോയതായിരിക്കാമെന്നും പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും അതൊന്നും വകവെക്കാതെ ക്രൂരമായി മർദ്ദിച്ച് അരുൺ നാരായണനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസും എഫ്ഐആറിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഭവ്യ, ശരി, ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, എന്തെങ്കിലും മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിശദാംശങ്ങൾ പോലീസ് കൃത്യമായി പറയേണ്ടതുണ്ട്.